നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസ മുനമ്പിലേക്ക് അവശ്യ വസ്തുക്കളുമായി എത്തിയ ഗ്രേറ്റ തുംബർഗയുടെ കപ്പൽ തടഞ്ഞ് ഇസ്രായേൽ സൈന്യം. കപ്പൽ ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തു. മദ്ലീൻ എന്ന കപ്പലാണ് ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു ഈ കപ്പൽ തടയുമെന്ന കാര്യം. ഗ്രേറ്റയെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരെയും തിരിച്ചയക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. കപ്പൽ ഗാസയിൽ എത്താതിരിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നിർദ്ദേശം നൽകിയിരുന്നു. പലസ്തീൻ പ്രദേശത്തെ നാവിക ഉപരോധം മറികടക്കാൻ ഇസ്രായേൽ ആരെയും അനുവദിക്കില്ല എന്ന ഒരു മുന്നറിയിപ്പ് അദ്ദേഹം നേരത്തെ തന്നെ കൊടുത്തിരുന്നതാണ്. ജൂൺ 1-ാം തീയതിയാണ് കപ്പൽ ഇറ്റലിയിലെ കറ്റാനിയ തീരത്തെ സിസിലി തുറമുഖത്ത് നിന്ന് ഗാസയിലേക്ക് പുറപ്പെട്ടത്. ഫ്രീഡം ഫ്ലോട്ടില്ല കൊയിലീഷൻ എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഗാസയിലെ അവശ്യ സാധനങ്ങൾ അല്ലെങ്കിൽ ഒരു സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കപ്പൽ വന്നത്. പഴച്ചാറുകൾ, പാൽ, അരി, ടിന്നിലടച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, പ്രോട്ടീൻ ബാറുകൾ തുടങ്ങിയവയാണ് കപ്പലിലുള്ളത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ കപ്പൽ തടഞ്ഞിരിക്കുകയാണ്. ഇത് രണ്ടാം വട്ടമാണ് ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ ഫ്രീഡം ഫ്ലോട്ടില്ല കൊയിലീഷന്റെ നേതൃത്വത്തിലുള്ള ശ്രമം നടക്കുന്നത്. കഴിഞ്ഞ മാസം ഇവർ ആദ്യം ഒരു ശ്രമം നടത്തിയിരുന്നു. അന്ന് മാൾട്ട തീരത്തോട് നീങ്ങവേ കപ്പലിൽ ഡ്രോൺ പതിച്ചു. ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നായിരുന്നു സംഘം അന്ന് ആരോപിച്ചത്. അന്ന് കപ്പലിന്റെ മുൻഭാഗത്തിന് കേടുപാടുകൾ ഉണ്ടായി. എന്തായാലും മെഡ്ലീൻ കപ്പൽ ഇന്ന് തീരത്തോട് അടുത്തിരുന്നു. എന്തായാലും ഇസ്രായേൽ കപ്പൽ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇസ്രായേൽ ഉപരോധം നേരിടുന്ന പലസ്തീനികൾക്ക് സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കപ്പൽ പുറപ്പെട്ടത്. ഞായറാഴ്ച ഉച്ചയോടെ കപ്പൽ ഈജിപ്ത് തീരത്ത് എത്തിയിരുന്നു. ഗ്രേറ്റ തുംബർഗിന്റെ നേതൃത്വത്തിലാണ് 12 സന്നദ്ധ പ്രവർത്തകർ സഹായവുമായി എത്തിയത്. ഗാസയിൽ അടിയന്തരമായി വെടിനിർത്തൽ നടപ്പാക്കണമെന്ന ആവശ്യവും ഈ സംഘം മുന്നോട്ട് വെച്ചു. ഇസ്രായേൽ ഉപരോധം മറികടക്കുമെന്നും ഗാസയിലേക്ക് മാനുഷിക സഹായ വിതരണം ഇടനാഴി തുറക്കുമെന്നും തുംബർഗ് വ്യക്തമാക്കി. പക്ഷേ ശ്രമങ്ങളൊക്കെ വിഫലമായി. എന്നാൽ കപ്പൽ തടയുമെന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ വെല്ലുവിളിച്ചിരുന്നു. ആ വെല്ലുവിളി ഇസ്രായേൽ നടപ്പിലാക്കി. മെഡ്ലീൻ ഗസ തീരത്ത് അടുക്കുന്നത് തടയാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ നിർദ്ദേശാനുസരണം കപ്പൽ തടയുകയും കപ്പൽ പിടിച്ചെടുക്കുകയും ചെയ്തു. മണിക്കൂറുകളോളം ഡ്രോണുകൾ പറത്തി കപ്പൽ യാത്ര ഇസ്രായേൽ നിരീക്ഷിച്ചു. യാത്രാ സംഘത്തിലെ ഫ്രഞ്ച് ഡോക്ടറും ആക്ടിവിസ്റ്റുമായ ബാപ്റ്റിസ്റ്റ് ആൻഡ്രയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഹമാസിന്റെ ആയുധക്കടത്ത് തടയാനുള്ള കടൽ ഉപരോധം മറികടക്കാൻ ആരെയും അനുവദിക്കില്ല എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. യാത്രാ സംഘത്തിലുള്ളത് ഫ്രാൻസിൽ നിന്നുള്ള യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് അംഗം റിമ ഹസൻ, ചലച്ചിത്ര നടൻ ലിയൻ കണ്ണിംഗ്ഹാം, ജർമ്മൻ മനുഷ്യാവകാശ പ്രവർത്തക യാസ്മിൻ അഗാർ എന്നിവരാണ്. ഫ്രീ ഗസ മൂവ്മെന്റിന്റെ ഗസ ഫ്രീഡം ഫ്ലോട്ടോയിലാണ് ഈ യാത്ര സംഘടിപ്പിച്ചിരുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുള്ള ഉപരോധം മറികടന്ന് സഹായം വിതരണം ചെയ്യുകയാണ് എന്ന ആരോപണം ഇസ്രായേൽ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, ഇസ്രായേലിന്റെ മനുഷ്യത്വ വിരുദ്ധമായ നടപടികൾ ഇതിനെതിരെയാണ് തങ്ങളുടെ യാത്ര എന്നും ഇവർ വ്യക്തമാക്കിയതാണ്. 2000 കിലോമീറ്റർ താണ്ടിയാണ് കപ്പൽ ഈജിപ്ത് തീരത്തേക്ക് വന്നത്. മാഡ്ലീൻ എന്ന പായ്ക്കപ്പലിൽ ഗാസയ്ക്ക് വേണ്ട അവശ്യ വസ്തുക്കളുമായാണ് ജൂൺ 1-ന് സംഘം പുറപ്പെട്ടത്. ശനിയാഴ്ച മാഡ്ലീൻ ഈജിപ്ഷ്യൻ കടലിലെത്തി. ഈ സാഹചര്യത്തിലായിരുന്നു തടയാൻ കാറ്റ്സ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഗാസയിലേക്കുള്ള കടൽ മാർഗവും ഉപരോധിച്ചിരുന്നു. എന്തായാലും കപ്പൽ തടഞ്ഞിരിക്കുകയാണ്. മറ്റു നടപടികൾ എന്തൊക്കെയാണെന്ന് ഇസ്രായേൽ അധികൃതർ വരും മണിക്കൂറുകളിൽ വിവരം അതാത് വ്യക്തികൾക്ക് നൽകുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയിൽ 2 ഇടത്ത് ഭക്ഷണം വാങ്ങാൻ എത്തിയവർക്ക് നേരെ വെടിവയ്പുണ്ടായി. 5 പേർ കൊല്ലപ്പെട്ടു. US പിന്തുണയുള്ള ഇസ്രായേലിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ റാഫയിലെയും ഗാൻ യൂനീസിലെയും വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപമായിരുന്നു വെടിവയ്പുണ്ടായത്. സൈന്യത്തിന് നേരെ വന്നവരെയാണ് സംശയത്തോന്നിനെ തുടർന്ന് വെടിവെച്ചതെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. അതേസമയം മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. ഗാസയിലെ ഗാൻ യൂനീസിലെ യൂറോപ്യൻ ആശുപത്രിക്ക് താഴെയുള്ള ഒരു തുരങ്കത്തിൽ നിന്ന് മുതിർന്ന ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാറിന്റെ മൃതദേഹം കണ്ടെത്തി. ഇസ്രായേൽ പ്രതിരോധ സേന ഇത് മുഹമ്മദ് സിൻവാർ ആണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മെയ് 13-ാം തീയതി ഇസ്രായേലി വ്യോമാക്രമണത്തിലാണ് സിൻവാർ കൊല്ലപ്പെട്ടത്. ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേൽ ആക്രമണത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരനായ യഹിയ സിൻവാറിന്റെ ഇളയ സഹോദരനായിരുന്നു ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്ന മുഹമ്മദ് സിൻവാർ. 49-കാരനാണ്. 8 മാസം മുമ്പ് IDF സൈനികർ വെടിയേറ്റ് യഹിയ കൊല്ലപ്പെട്ടിരുന്നു. 2 സഹോദരന്മാരും ഗാൻ യൂനിസ് പ്രദേശത്താണ് ജനിച്ചത്, വളർന്നത്, എല്ലാം ഇവിടെ തന്നെയായിരുന്നു. മാസങ്ങളുടെ വ്യത്യാസത്തിലാണ് ഇരു നേതാക്കളും കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയം. ശത്രുക്കളുടെ കണ്ണിൽ അകപ്പെടാതെ ഒളിച്ചു കഴിയാൻ ഇവർക്ക് കഴിയുമായിരുന്നു. അവർ ഇത്രയും കാലം ശത്രുക്കളുടെ എണ്ണം മുന്നിൽപ്പെടാതെ അവർ കഴിയുകയായിരുന്നു. ഇത്തരത്തിൽ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ അല്ലെങ്കിൽ ഇത്രയും ഒളിച്ചു കഴിയാനുള്ളൊരു കഴിവുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേലി ഇന്റലിജൻസ് ദ ഷാഡോ എന്നാണ് മുഹമ്മദ് സിൻവാറിനെ വിശേഷിപ്പിച്ചിരുന്നത്. 2011-ൽ ഇസ്രായേലിന്റെ തടങ്കലിൽ നിന്നും യഹിയ സിൻവാറിനെ മോചിപ്പിക്കുന്നതിനായി ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷാലിറ്റിന്റെ വേഷത്തിൽ യഹിയ സിൻവാറിനെ മോചിപ്പിച്ച കരാറിൽ പങ്കെടുത്തിരുന്നു.
പിന്നീട് പിടിക്കപ്പെടുമെന്ന സാഹചര്യം വന്നതോടെ ഒളിവിൽ പോയി. ഇതിനിടെ മരണപ്പെട്ട പിതാവിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് മുഹമ്മദ് സിൻവാറിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. കാരണം പങ്കെടുക്കാൻ എത്തിയാൽ പിടിക്കപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അതിൽ പങ്കെടുക്കാതിരുന്നത്. പക്ഷേ ഷിൻബെറ്റ് ഒടുവിൽ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും ലക്ഷ്യം വയ്ക്കുകയും ചെയ്തു. സിൻവാറും റഫ ബ്രിഗേഡ് കമാൻഡർ മുഹമ്മദ് ഷബാനും ആശുപത്രിക്ക് താഴെയുള്ള ഒരു ഭൂഗർഭ കമാൻഡ് സെന്ററിൽ കൊല്ലപ്പെട്ടുവെന്ന് IDFും ഷിൻബെറ്റും സംയുക്ത പ്രസ്താവനയിലൂടെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ കൊല്ലപ്പെട്ടവരുടെ വസ്തുക്കൾ, രഹസ്യാന്വേഷണ സാമഗ്രികൾ, മറ്റു മൃതദേഹങ്ങളും കണ്ടെത്തുകയും ചെയ്തു. പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഈ ഓപ്പറേഷനെ അഭിനന്ദിച്ചു. സിൻവാറിനെ ഒരു കൊലപാതകി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. മാത്രമല്ല, ഇനിയും ഹമാസ് നേതാക്കൾ അവശേഷിക്കുന്നുണ്ട്. അടുത്തത് ആരാണെന്ന് കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനി ആരെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നൊരു മുന്നറിയിപ്പും കാറ്റ്സ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഗാസ ആസ്ഥാനമായുള്ള കമാൻഡർ അസ് അൽ ദിൻ അൽ അഹ്ദാത്തിൻ്റെയും ഖത്തർ ആസ്ഥാനമായുള്ള നേതാവ് ഖലീൽ അൽ ഹയ്യയുടെയും പേര് അദ്ദേഹം പരാമർശിച്ചു. ഇനി ഇവരാണ് അടുത്ത ലക്ഷ്യം എന്ന രീതിയിലാണ് ഇസ്രായേൽ കാറ്റ്സിന്റെ പ്രതികരണം. എന്തായാലും നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറക്കെ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്. ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാതെ ഈ പോരാട്ടത്തിൽ നിന്ന് പിന്മാറില്ലെന്ന ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാക്കുകൾ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹമാസ് നേതാക്കളെല്ലാം കൊന്നൊടുക്കുകയാണ്. മാത്രമല്ല, അത് പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാതെ പിന്മാറില്ല എന്ന ആ പ്രഖ്യാപനം അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. തീർച്ചയായിട്ടും ഇതിനോടകം എത്രയോ വമ്പന്മാരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാവുന്നതുപോലെ നേരത്തെ കൊലപ്പെടുത്തിയ ഒരുപാട് നേതാക്കന്മാർ, ഈ ഹമാസിൻ്റെ ഒരുപാട് നേതാക്കളെ കൊലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, ഈ ഒരു യുദ്ധം ഇത് തുടങ്ങിയിട്ടിപ്പോൾ ഒരുപാട് കാലമായല്ലോ. അപ്പോൾ തുടക്കം മുതൽ തന്നെ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണമെന്ന മുറവിളിയൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും ശക്തമായപ്പോഴൊക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞതാണ്, ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ, ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കാതെ ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന്. ഇടയ്ക്ക് ഒരു വെടിനിർത്തൽ വന്നുവെങ്കിലും അത് വളരെ ആശ്വാസകരമായിരുന്നു. ആ സമയത്ത് ഒരുപാട് ബന്ദി കൈമാറ്റമൊക്കെ നടന്നു. പക്ഷേ വീണ്ടും ആ ഒരു കരാർ കാലാവധി കഴിഞ്ഞതോടെ വീണ്ടും പോരാട്ടം ശക്തമാകുന്ന സാഹചര്യമാണ് ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും പോരാട്ടം കടുക്കുകയാണ്. അതിനിടയിൽ ഗാസയിലേക്ക് സഹായ വിതരണവുമായി എത്തുന്നവരെയും ഇസ്രായേൽ തടയുന്നുണ്ട്. ഇതിലൂടെ, അതായത് സഹായവുമായി എത്തുന്നവരിലൂടെ ഹമാസ് ആ ഒരു പ്രദേശത്ത് മറ്റു രീതിയിലുള്ള ആക്രമണം നടത്താനുള്ള സാധ്യത, ഇത്തരത്തിൽ പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലൊരു തടയൽ എന്ന നടപടിയിലേക്ക് ഇസ്രായേൽ പലപ്പോഴും കടക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.